ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. 16-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആദികാരണമായ അക്ഷരവസ്തു ശുദ്ധബോധസ്വരൂപമായ പരബ്രഹ്മമാണെന്ന് നാം കണ്ടു. പക്ഷേ ആ പരബ്രഹ്മത്തെ ഒരിടത്തും കാണുവാനില്ലല്ലോ. എങ്ങനെയാണ് ആ സത്യത്തെ കണ്ടറിയുക? ദേഹം കണ്ടല്ലേ നാം ബോധമുള്ള ജീവികളെ തിരിച്ചറിയുന്നത്. അതുപോലെ ഈ ജഗത്ത് ഈശ്വരന്റെ ദേഹമാണ്. ജഗത്തെന്ന ദേഹം കണ്ടിട്ട് അതിലിരുന്ന് ആ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്ന ഈശ്വരനെ ആദ്യം അറിയണം. തുടർന്ന് ഈശ്വരന്റെ ശുദ്ധരൂപം സാക്ഷാത്കരിക്കണം. അതാണ് വിരാട് രൂപ ഉപാസന വഴിയുള്ള സാക്ഷാത്കാരം. ഈ രീതിയിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് പല മാർഗങ്ങൾ, പല വിധികൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിൽ മറ്റൊരു മാർഗമാണ് വിരാട് രൂപ ഉപാസന വഴിയുള്ള ഈശ്വര സാക്ഷാത്കാരം. അതിനെക്കുറിച്ചാണ് 16-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും ആർക്കേന്ദുവന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ എന്നാണ് 16-ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരും ഇക്കണ്ട വിശ്വവും ഇന്ദ്രാദിദേവകളും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി ഇവരോടൊത്ത് ത്രിമൂർത്തികളും അർക്കേന്ദുവന്നികളോടൊപ്പം ത്രിമൂർത്തികളും ഇങ്ങനെ വിവിധ രൂപത്തിൽ വിളങ്ങുന്ന അല്ലയോ വിരാട് പുരുഷ, അഗ്രേ വിരാട് പുരുഷ, അങ്ങയെ ഓർമ്മിക്കുമാറാകണം എന്നാണ്. പിന്നെയോ തുടർന്ന് അങ്ങേക്കും കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മത്തെയും ഓർക്കുമാറാകണം എന്നാണ്. അങ്ങേക്കും കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മത്തെയും ഓർമ്മിക്കാനിടവരണം. അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ എന്നാണ് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ വിരാട് പുരുഷ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശ്വരന്റെ വിവിധ ശരീര അവയവങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത്. ഈശ്വരന്റെ ശുദ്ധ സ്വരൂപം ഗ്രഹിക്കാൻ കഴിയാത്തവർ ആരംഭത്തിൽ ഈ പ്രപഞ്ചത്തെ ഈശ്വരനായി കണ്ട് ഉപാസന നടത്തണം എന്നാണ് വിധി. അതാണ് വിരാട് രൂപ ഉപാസന എന്ന് പറയുന്നത്. അങ്ങനെ വിരാട് രൂപ ഉപാസനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വവും ഇന്ദ്രാദിദേവന്മാരും അർക്കേന്ദുവന്നികളും ത്രിമൂർത്തികളും എല്ലാം ഈ വിരാട് പുരുഷന്റെ അവയവങ്ങൾ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തും. ഇത് പ്രപഞ്ചത്തെ ആകെ ഒന്നായി കാണലാണ്. പ്രപഞ്ചത്തെ ആകെ ഒന്നായി കാണുക മാത്രമല്ല, അതൊന്നാണ് എന്ന സാക്ഷാത്കരിക്കൽ കൂടിയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ചിത്തം, അതായത് മനസ്സ് ശുദ്ധീകരിക്കാനും സത്യത്തോട് കൂടുതൽ ഏകാഗ്രപ്പെടാനും എന്താണ് ഉപായമെന്ന് പരീക്ഷിത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് ചോദിക്കുന്നുണ്ട് ഭാഗവതത്തില്. ചിത്തശുദ്ധീകരണത്തിന് വിരാട് രൂപ ഉപാസനയാണ് ശുഗമഹർഷി നിർദ്ദേശിക്കുന്ന ഉപായം. ഭാഗവതം 2-ാം സ്കന്ധത്തിൽ വിരാട് രൂപത്തെ പരീക്ഷത്തിന് വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഈ പ്രപഞ്ചത്തെ വിരാട് രൂപമായി കാണുമ്പോൾ വിരാട് പുരുഷന്റെ പാദത്തിന്റെ അടിവശമാണ് പാതാളം എന്നാണ്. ഉപ്പൂറ്റിയും പുറവടിയും ചേർന്നതാണ് രസാതലം. കണങ്കാലാണ് മഹാതലം. കണങ്കാലിനും മുട്ടിനുമിടയ്ക്കുള്ള ഭാഗത്തെയാണ് തലാതലം എന്ന് വിശേഷിപ്പിക്കുന്നത്. മുട്ടുകൾ രണ്ടുമാണ് സുതലം. വിതലവും അതലവും ചേർന്നതാണ് 2 തുടകൾ, വിരാട് പുരുഷന്റെ തുടകൾ. വിരാട് പുരുഷന്റെ അരക്കെട്ടാണ് ഭൂതലം, പൊക്കിൽ പ്രദേശം നഭസ്ഥലം, മാർവിടം സ്വർലോകം, കഴുത്ത് മഹർലോകം, മുഖം ജനലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം. ഇങ്ങനെയാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്.
ഇങ്ങനെ 14 ലോകങ്ങളും വിരാട് പുരുഷന്റെ അവയവങ്ങളാണ്. തേജോമയന്മാരായ ഇന്ദ്രാദിദേവന്മാർ വിരാട് പുരുഷന്റെ കൈകളാണ്, ദിക്കുകളാണ് ചെവികൾ, ശബ്ദമാണ് ശ്രവണേന്ദ്രിയം. ഇവിടെ ഇന്ദ്രിയവും വിഷയവും ഒന്നു തന്നെയാണ്. തേജോമയന്മാരായ അശ്വിനി ദേവന്മാരാണ് നാസികകൾ, വിരാട് പുരുഷന്റെ നാസികകൾ. ഗന്ധമാണ് ഘ്രാണേന്ദ്രിയം, അഗ്നിയാണ് വായ, അന്തരീക്ഷമാണ് കണ്ണുകൾ, സൂര്യനാണ് നയനേന്ദ്രിയം, രാത്രിയും പകലും കൺപോളകളാണ്, ഭ്രൂഭംഗമാണ് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം. വിരാട് പുരുഷന്റെ നാക്ക് ജലമാണ്, രസമാണ് ജിഹ്വേന്ദ്രിയം, വേദങ്ങളാണ് ശിരസ്സുകൾ, യമനാണ് ദംഷ്ട്ര, സ്നേഹകലകളാണ് പല്ലുകൾ, ജനങ്ങളെ മതിപ്പിക്കുന്ന പുഞ്ചിരിയാണ് വിരാട് പുരുഷന്റെ മായ, കടാക്ഷ വിക്ഷേപമാണ് സൃഷ്ടി, ലജ്ജ മേൽചുണ്ടും ലോഭം കീഴ്ചുണ്ടുമാണ്, ധർമ്മം മാർവിടവും അധർമ്മം മുതുകുമാണ്, പ്രജാപതി ജനനേന്ദ്രിയവും മിത്രവരുണന്മാർ വൃക്ഷണങ്ങളുമാണ്, സമുദ്രം വയറും പർവ്വതങ്ങൾ എല്ലുകളുമാണ്, നദികൾ നാഡികളും വൃക്ഷങ്ങൾ രോമങ്ങളുമാണ്, വായു പ്രാണനും കാലം നടത്തവുമാണ്, ഗുണപ്രവാഹമാണ് പ്രവൃത്തി, വിരാട് പുരുഷന്റെ തലമുടികളാണ് മേഘങ്ങൾ, സന്ധ്യയാണ് വസ്ത്രം, അവ്യക്തം ഹൃദയവും ചന്ദ്രൻ മനസ്സുമാണ്, മഹത്തത്വമാണ് ബുദ്ധി, രുദ്രനാണ് അഹങ്കാരം, കുതിര, അശ്വം, ഒട്ടകം, ആന തുടങ്ങിയവ നഖങ്ങളാണ്. ഈ മൃഗങ്ങളെല്ലാം പൃഷ്ഠഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷികൾ ഭഗവാന്റെ ശില്പ നൈപുണ്യത്തെ കാണിക്കുന്നു. മനു നിശ്ചയമാണ്. മനുഷ്യൻ എന്നത് വിരാട് പുരുഷന്റെ താമസ സ്ഥലവുമായിട്ടാണ് പറയുന്നത്. ഗന്ധർവ വിദ്യാചരാപ്സരസ്സുകളാണ് ഷഡ്ജാതിസ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ. അസുര സൈന്യം വീര്യമാണ്. വർണ്ണങ്ങൾ മുഖവും കൈയും ഉരുവും പാദവുമായി പറയുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടോ അതെല്ലാം വിരാട് പുരുഷന്റെ അവയവങ്ങളാണ് എന്ന് കാണേണ്ടതാണ്. ഈ വിധം ബോധസ്വരൂപനും ആനന്ദനിധിയുമായ ഭഗവാനെ സർവത്ര ദർശിച്ചാൽ അജിരേണ ചിത്തം ഏകാഗ്രപ്പെട്ട് ആത്മസാക്ഷാത്കാരത്തിന് സമർത്ഥമായി തീരും എന്നാണ് വേദം പറയുന്നത്. ഈ വിരാട് രൂപ ഉപാസനയാണ് 16-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ അഗ്രേ വിരാട് പുരുഷ എന്ന ഭാഗം കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അദ്വൈത സാക്ഷാത്കാരത്തിന്റെ മുന്നോടിയായി അഭ്യസിക്കേണ്ടതാണ് ഈ വിരാട് രൂപ ഉപാസന. ഈ ലോകത്ത് കാണപ്പെടുന്നതൊക്കെ ഒരേ ജഗദീശ്വരന്റെ ശരീര അവയവങ്ങളാണെന്ന് ഭാവന ചെയ്ത് ചിത്തത്തെ പഠിപ്പിക്കണം. അങ്ങനെ ഭാവന ചെയ്ത് ചിത്തത്തിൽ ഉറപ്പിക്കണം. ഈ വിരാട് രൂപ ഉപാസനയോടൊപ്പം ശുദ്ധബോധസ്വരൂപം ഭാവന ചെയ്ത് ഉറപ്പിക്കുന്ന ആൾക്ക് ചിത്തശുദ്ധി കൈവന്ന് ആത്മസാക്ഷാത്കാരത്തിന് വഴിതെളിയും എന്നാണ് വേദം പറയുന്നത്. ഇത് സാധകനിൽ ഉണ്ടാക്കുന്ന അനുഭവമാണ്. ഈ അനുഭവ രഹസ്യമാണ് നിന്മൂലമക്ഷരവും ഓർക്കായി വരേണം എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അക്ഷര എന്ന ശബ്ദത്തിന് ബ്രഹ്മം എന്നു തന്നെയാണ് അർത്ഥം. അക്ഷരം ബ്രഹ്മ എന്ന് നമുക്കറിയാം. അതാണ് 16-ാമത്തെ ശ്ലോകത്തില് വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും ഇന്ദ്രൻ തുടങ്ങിയുള്ള ദേവന്മാരും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവരോടൊത്ത് ത്രിമൂർത്തികളും ഇങ്ങനെ വിവിധ രൂപത്തിൽ വിളങ്ങുന്ന അല്ലയോ വിരാട് പുരുഷ, അങ്ങയെ ഓർമ്മിക്കുമാറാകണം എന്ന് പറയുന്നത്. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും അർക്കേന്ദുവന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ.